ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സംഭവത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി, ഞാൻ ഉപയോഗിച്ച സാധനത്തെ പറ്റി ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് എനിക്കത് യൂസ്ഫുൾ ആയോ ഇല്ലയോ, എങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് മേടിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു സൺസ്ക്രീനിനെ പറ്റിയാണ്. ആദ്യം ഞാനൊരു ചെറിയൊരു ട്യൂബാണ് മേടിച്ചത്. അപ്പം എനിക്കത് നല്ലതായതിനു ശേഷം മാത്രമേ ഞാൻ ഒരു കുറച്ച് വലുത് മേടിച്ച് വെക്കാം. സൺസ്ക്രീൻ ആണല്ലോ, ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നമുക്ക് എപ്പോഴും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നീട് നല്ലതാണെങ്കിൽ മാത്രം അടുത്തത് മേടിക്കാമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് ഓർഡർ ചെയ്ത്, നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ, എനിക്ക് എൻ്റെ സ്കിന്നിന് സൂട്ട് ആയതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഏത് ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഓയിലി സ്കിന്നുകാർക്ക് അത്ര നല്ലതല്ല എന്ന് വെച്ചാൽ അവർക്ക് അത്ര സൂട്ടബിൾ ആയിട്ടുള്ളതല്ല. എങ്കിൽ കൂടെയും ഞാനത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി എനിക്ക് നല്ലതായിരിക്കുമോ എന്നറിയാനായിട്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടാമത്. ആദ്യത്തേതും ഓർഡർ ചെയ്ത് എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ആദ്യത്തേത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം വന്നപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം. ആരെങ്കിലും മേടിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇല്ലാത്ത സമയത്താണ് ഇത് വന്നത്. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്. ഡോക്ടർ ഷീറ്റ്സിൻ്റെ കേസർ കോജിക് ആസിഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസത്തിന് മേളിലായിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നായിട്ട് പോലും ഇത് ഞാൻ വേണോ വേണ്ടയോ എന്ന് ഉദ്ദേശിച്ച് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഈ പ്രൊഡക്റ്റ് യൂസ്ഫുള്ളായെന്ന് വേണം പറയാനായിട്ട്. കാരണം ഞാൻ അതുപോലെയാണ് അത് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നുള്ളത്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താ, ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സൺസ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് അവർ ഇതിനതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം. കേസർ എക്സ്ട്രാക്റ്റ് ഉണ്ട്, 1% കോജിക് ആസിഡ് ഉണ്ട്, 1% നയാസിനമൈഡ് ഉണ്ട്, പിന്നെ മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തിന് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എന്താണെന്ന് പറയുന്നത് സ്പോട്ട്, അതായത് നമ്മുടെ മുഖത്ത് കുരു വന്ന പാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തുകോമയൊക്കെ കാണുമല്ലോ, അതൊക്കെ മാറ്റും കേട്ടോ. അത് സത്യമാണ്. എനിക്ക് എൻ്റെ ഇങ്ങനെ കുരു വന്ന് പൊട്ടിയ പാടൊക്കെ ഏകദേശം നല്ലപോലെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നമ്മുടെ സ്കിന്നിൽ 2 കളറായിട്ട് തോന്നുമല്ലോ. എനിക്കിങ്ങനെ എൻ്റെ ഈ ഒരു ഭാഗത്ത് എന്നെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. നെറ്റിയുടെ കളറായിരിക്കില്ല ഇവിടുത്തെ കളർ. അതെനിക്ക് നേരത്തെ തൊട്ടുള്ള ഉണ്ട്, പണ്ടോട്ടേ എനിക്ക് നേരത്തെ തൊട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചേഞ്ചസ് എനിക്ക് സംഭവിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് അത്ര സൂട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചറൈസർ ഇടാറില്ല. കാരണം മോയ്സ്ചറൈസറും ഓയിൽനെസ് ആണ്, ഈ സൺസ്ക്രീനും ഓയിൽനെസ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂടുമ്പോൾ ഒന്നുകൂടെ മുഖം ഭയങ്കരമായിട്ട് ഓയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഈ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മുടെ കോമ്പാക്ട് പൗഡറോ അല്ല സാധാ പൗഡറോ അതൊക്കെ നമ്മൾ ഇടുന്നത്. പിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മുഖത്തെ കുരു കുറയും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത്ര കുരു അങ്ങനെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ളത് പറയുകയാണ്, എനിക്ക് കുരു കുറയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മുഖത്തെ നമ്മുടെ കുരു വന്ന പാടുകൾ മാറുന്നുണ്ട്, പൊട്ടിയ പാടുകൾ മാറുന്നുണ്ട്, മുഖത്തൊരു ചെറിയ ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ മിക്സ് ചെയ്തിടാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അധികം ഓയിൽനെസ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണ് ഇത് യൂസ് ചെയ്യണം. ഇപ്പം നമ്മുടെ മുഖത്ത് അധികം പിമ്പിൾസ് ഒന്നുമില്ല, മുഖത്തെ ഒരു കറുത്ത പാട് മാറിയാൽ മതി. പിന്നെ നമുക്കൊരു ചെറിയൊരു മുഖത്തൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എനിക്ക് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രശ്നവും തോന്നിയില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും തോന്നിയില്ല. പക്ഷേ കുരു വരുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് നോർമലി കുരു വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരിക്കാം മുഖത്ത് കുരു വരുമല്ലോ. ഓൾറെഡി എനിക്കങ്ങനെ വരും. പക്ഷേ കുരുവിനൊരു കുറച്ചിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നോർമലി വരുന്ന പോലെ തന്നെ കുരു വരുന്നുണ്ട്. പക്ഷെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഷെയ്ഡായിട്ടിരുന്ന നമ്മുടെ മുഖത്തിന് ഇങ്ങനെ ആ കളർ വ്യത്യാസം വന്ന് മുഖത്ത് കുറച്ച് ഒരു ചേഞ്ചസ് വന്നു. നമ്മുടെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോ കിട്ടുന്ന പോലെയും തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്കിത് ഉപയോഗിച്ചത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റുകയും നമ്മുടെ മുഖത്ത് ഡബിൾ കളർ അതൊരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകുകയും നമ്മുടെ നിറത്തിൽ ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കുകയും മുഖത്തിനൊരു തിളക്കം ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ SPF എന്ന് പറയുന്നത് 50+, PHA+++ ആണ്. പിന്നെ പറയുന്നത് UVB എന്ന് പറയുന്ന രശ്മികളിൽ നിന്നും നമ്മളുടെ മുഖം സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നയാസിനമൈഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ മുഖത്തിന് നമുക്കൊരു ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കളറ് ഫീൽ ചെയ്യുന്നത്. നയാസിനമൈഡ് ഓൾറെഡി നമ്മുടെ മുഖത്തിന് നിറം നൽകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിത് ഉപയോഗിച്ചത് കൊണ്ട് യാതൊരു ദോഷവും തോന്നിയിട്ടില്ല. ആരെങ്കിലും ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെവിയുടെ പുറകിൽ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ വില കൂടുതലാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇച്ചിരി വില കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ചെറിയൊരു സാമ്പിൾ മേടിക്കുക. അത് സാമ്പിൾ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു അയ്യോ നല്ലതാ അങ്ങനെ പറഞ്ഞ് ഉപയോഗിക്കരുത്. ആദ്യം നമുക്ക് കേട്ടിട്ട് കുഴപ്പമില്ല നമുക്കൊന്ന് യൂസ് ചെയ്യാം അങ്ങനെ മാത്രം ചിന്തിച്ചതിന് ശേഷം മാത്രം മേടിക്കുക. എന്നിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരുടെയും സ്കിന്നിൽ ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലാം സൂട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങി ഒന്ന് നല്ലതാണ് എനിക്ക് ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നുവാണെങ്കിൽ മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലത് മാത്രമാണ്. കുരു എനിക്ക് അങ്ങനെ കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മുഖത്തൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്തിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറിയിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്യുക. എന്തായാലും ഓയിലി സ്കിന്നുകാർക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുക. ഓയിലിക്കാർക്കല്ല, ഡ്രൈ സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, മറ്റേത് സ്കിന്നുകാർക്കാണെങ്കിലും ഇത് ഏറ്റവും സൂട്ടബിൾ ആണ്. അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ട, അവർക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നിച്ച് യൂസ് ചെയ്യാം. അപ്പം ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞതിൽ. കാരണം എനിക്കിങ്ങനെ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനെ വിവരിച്ച് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേ. അതുമല്ല ഇത് ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ യൂട്യൂബിൽ കയറി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ഒരു വിശദീകരിച്ചൊരു വിവരണം ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ഓയിലി സ്കിന്നുകാരി ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണം, നല്ലതാണെങ്കിൽ പർച്ചേസ് ചെയ്യുക, മേടിക്കുക. ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നല്ലതാണോ മോശമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാറോ കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.